എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ നറൂട്ടോ അവനാണെങ്കിൽ കാഗേമ സീരീസ് അതങ്ങനെ സീരിയസ് ആയിട്ട് കാണുകയാണ്. ഉടനെ ഷിക്കഡ അവനാണെങ്കിൽ നറൂട്ടോട് ചില കാര്യങ്ങൾ സംസാരിക്കും. അവന്റെ തൊട്ടുപുറകിലായി കൊനഹമാരു അവിടേക്ക് വരികയാണ്. കൊനഹമാരു ആണെങ്കിൽ ഇപ്പൊ നറൂട്ടോട് ചോദിക്കും, അങ്ങെന്താ വളരെ കാര്യമായിട്ട് ഈ വാച്ച് ചെയ്യണേ? അതിന് നറൂട്ടോ പറയും ഇത് കാഗേമ സീരീസ് ആണ്. ആക്ച്വലി ഈ സീരീസിൽ എനിക്ക് ഫസ്റ്റ് സീനിൽ അഭിനയിക്കാനായിട്ട് ഒരു ഓഫർ വന്നിരിക്കുകയാണ്. ഞാൻ അവരോട് യെസ് പറഞ്ഞു. അവർക്ക് എൻ്റെ പവറും സ്കില്ലും എല്ലാം ഇതിലൂടെ പ്രദർശിപ്പിക്കണം. എൻ്റെ റസൻഗൺ പവർ അതാണ് ഇതിലെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് പോയിന്റ്. മാരുവിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. വാവ്, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനും ഈ സീരീസ് കാണും. നറൂട്ടോയുടെ പെർഫോമൻസ് അതെനിക്കും കാണണമെന്ന് പറയാണ്. പക്ഷെ നറൂട്ടോ ആണെങ്കിൽ അതിനങ്ങനെ തല താഴ്ത്തി വിഷമിച്ചിരിക്കും. ആക്ച്വലി വെക്കേഷന് ഞാൻ ഹേമാവരിയായിട്ട് ഒന്നിച്ച് പുറത്തു പോകുമെന്ന് പറഞ്ഞതാണ്. അവളോടൊപ്പം പോവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവൾ എന്നോട് മിണ്ടില്ല. മാത്രമല്ല എന്നെ നല്ല രീതിയിൽ അവൾ അറ്റാക്ക് ചെയ്യും. അവളുടെ അമ്മയെ പോലെ തന്നെയാണ് അവളുടെ സ്വഭാവം. പിണങ്ങിക്കഴിഞ്ഞാൽ തനി ചന്തമറിയാണ്. കൊനഹമാരു ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ലോർഡ് നറൂട്ടോ, അങ്ങേക്ക് വേണ്ടി ഞാൻ ഈ സീരീസിൽ മത്സരിക്കാം. എന്നെ കൊണ്ട് റസൻഗൺ പവറൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങയുടെ രൂപത്തിൽ ഇത് ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയും. നറൂട്ടോയ്ക്ക് ആണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. ഓ നോ, നീയാണ് എൻ്റെ യഥാർത്ഥ ഫ്രണ്ട്. നീ കാരണം വലിയൊരു പ്രോബ്ലം സോൾവ് ആയെന്ന് പറയും. അത് കേട്ട് കൊനഹമാരും അങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞ് ചിരിച്ചു നിൽക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ കൊനഹമാരു അവനാണെങ്കിൽ ഷൂട്ടിങ്ങിനായി സൈറ്റിലേക്ക് വരികയാണ്. അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പേടിയും എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ റോള് ഞാൻ കലക്കും. ഹൊക്കാഗയുടെ പവർ അത് ഈ ലോകം മുഴുവൻ അറിയുമെന്ന് പറഞ്ഞ് അവൻ കടന്നു വരികയാണ്. പ്രൊഡ്യൂസർ ആണെങ്കിൽ കൊനഹമാരുവിന് ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് ഇപ്പൊ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഹൊക്കാഗ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ഹൊക്കാഗയുടെ ആ ഒരു പോർഷൻ ചെയ്യുന്നത് അത് നിങ്ങളാണെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ ഹൊക്കാഗെ പോലെ തന്നെയാണ്. അദ്ദേഹത്തെ പോലെ നിങ്ങൾക്ക് നന്നായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ കൊനഹമാരു പറയും, ഹൊക്കാഗെ പോലെ നന്നായിട്ട് അഭിനയിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അദ്ദേഹത്തെ പോലെ നന്നായിട്ട് റസൻഗൺ പവർ അതെനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. അപ്പോഴായിരിക്കും കാഗേമാസ് ആൾ അവിടേക്ക് വന്ന് ഇപ്പോൾ കൊനഹമാരുമായിട്ട് പരിചയപ്പെടുക. പ്രൊഡ്യൂസർ ആണെങ്കിൽ ഇപ്പോൾ കൊനഹമാരുവിന് അവന് പറയാനുള്ള ഡയലോഗ് കൊടുക്കുകയാണ്. ഇതാണ് ഈ ഒരു ഫിലിമിന്റെ ഡയലോഗ്സ്. അതിൽ നിന്റെ പോർഷൻ അത് നിങ്ങൾ പഠിക്കണം. കൊനഹമാരുവിനാണെങ്കിൽ ഒരുപാട് സമയം എടുത്തിട്ടും ആ ഡയലോഗ് മുഴുവനായിട്ടും പഠിക്കാൻ കഴിയില്ല. അതിന് അസിസ്റ്റന്റ് പറയും, കുഴപ്പമൊന്നുമില്ല, ഡയലോഗ് ഞങ്ങൾ ദൂരത്ത് നിന്ന് കാണിച്ചു തരാം, അത് നോക്കി നിങ്ങളെ കൊണ്ട് പറ്റും പോലെ പറഞ്ഞാൽ മതി എന്ന് പറയും. അത് കേട്ട് കൊനഹമാരുവും ഇപ്പൊ ഹൊക്കാഗയുടെ കോസ്റ്റ്യൂമിൽ അവിടേക്ക് എത്തും. കൊനഹമാരു ഡയറക്ടറിനോട് ചോദിക്കും, ഞാനെന്നാ എത്രയും വേഗം ട്രാൻസ്ഫർമേഷൻ ജിപ്സ് ഉപയോഗിച്ച് ഹൊക്കാഗയെ മാറട്ടെ? അതിനാള് പറയും, അയ്യോ വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, നിന്നെ കാണാൻ ഹൊക്കാഗെ പോലെ തന്നെ ഉണ്ട്, കുറച്ച് മേക്കപ്പ് ഇട്ട എല്ലാം സെറ്റാവെന്ന് പറഞ്ഞ് മേക്കപ്പ് ലേഡിയെ അവന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അവളാണെങ്കിൽ 6 വര മാത്രം അവന്റെ മുഖത്ത് ഇട്ട് കൊടുക്കും. അതിനുശേഷം അഭിനയിക്കാനായിട്ട് പറയാണ്. കൊനഹമാരു ആണെങ്കിൽ വളരെ വീക്കായിട്ട് അഭിനയിക്കും. പക്ഷെ അവർക്കാണെങ്കിൽ അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് എല്ലാ ഷോട്ടും ഓക്കെ പറയാണ്. ഇവിടെ കൊനഹമാരുവിനോടൊപ്പം ഷിക്കമരുവിന്റെ ഒരു ഡ്യൂപ്പും അവന്റെ കൂടെ അഭിനയിക്കുകയാണ്. ഷിക്കമരുവിന്റെ ഡ്യൂപ്പിനെ കണ്ട് അവൻ വണ്ടറടിക്കും. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കൊനഹമാരു അവൻ എഡിറ്റഡ് വേർഷൻ അത് കാണാനായിട്ട് എഡിറ്ററിന്റെ റൂമിലേക്ക് വരും. വളരെ അടിപൊളിയായിട്ട് ആ എഡിറ്റർ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചേഞ്ച് ചെയ്ത് നല്ല ടെററായി ആ സീൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. കൊനഹമാരുവിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. വാവ്, ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജി ഒക്കെ വളർന്നു അല്ലേ, അത്ര ഭംഗിയായിട്ടാ ഇതിൽ പലതും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചിന്തിച്ച് അവൻ അത് തന്നെ നോക്കി നിൽക്കും. എഡിറ്റർ ആണെങ്കിൽ കൊനഹമാരുവിനോട് പറയും, ഇത് പുറത്ത് വെച്ചൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നാളെ കാഗേമാസും ഹൊക്കാഗയും തമ്മിലുള്ള ഫൈറ്റാണ് ഷൂട്ട് ചെയ്യുന്നത്, നിങ്ങൾക്കത് പുറത്ത് വെച്ച് ചെയ്യാൻ കഴിയോ? അതിന് കൊനഹമാരു പറയും, തീർച്ചയായിട്ടും ഹൊക്കാഗയുടെ ഫൈറ്റിംഗ് സ്കില്ല് അതെന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. അത് കേട്ട് അവന് ഓക്കെ പറയാണ്. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ആ എഡിറ്റർ പയ്യനാണെങ്കിൽ ഇപ്പൊ ഷൂട്ടിംഗ് ഒക്കെ നടത്താനായിട്ട് റൂമിലേക്ക് വരികയാണ്. അവൻ ഡയറക്ടറിനോട് പറയും, ആക്ച്വലി റൂമിന്റെ കീ അത് എന്റെ കൈ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്, സോ വിരോധമില്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഈ ഷൂട്ടിംഗ് അത് ഔട്ട്ഡോർ ചെയ്തുകൂടാ? ഇതിന് ഡയറക്ടർ ഓക്കെ പറഞ്ഞ് ഇപ്പൊ എല്ലാവരും ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാനായിട്ട് പുറത്തേക്ക് വരികയാണ്. അവന്റെ കയ്യിൽ തന്നെ ആ ഒരു റൂമിന്റെ ചാവിയുണ്ട്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ പുറത്ത് വെച്ച് ഷൂട്ടിംഗ് അത് വേറെ ലെവലിൽ നടക്കുകയാണ്. എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടമാവും. മാത്രമല്ല ആക്ഷൻ സീക്വൻസ് ഒക്കെ അവർ വളരെ ഗംഭീരമായിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഡയറക്ടറിനും അവിടെ ഉണ്ടായിരുന്ന ക്രൂസിനും എഡിറ്ററിനും കൊനഹമാരുവിനും എല്ലാവർക്കും ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് അത് വലിയ ഹിറ്റായി മാറുമെന്ന് കൊനഹമാരുവും ടീമും പറയും. അടുത്ത നിമിഷം
പ്രൊഡ്യൂസർ ആളവിടേക്ക് കടന്നു വരികയാണ്. യു ഗായ്സ് ആർ അൺബിലീവബിൾ. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഷൂട്ട് അത് പുറത്തു വെച്ച് നടത്തും. ഞാൻ ഡയറക്ടർ ആണെങ്കിൽ പ്രൊഡ്യൂസറിനോട് ക്ഷമ പറയും. നിങ്ങളോട് ചോദിക്കാതെ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇൻഡോർ ഷൂട്ടിങ്ങിനെ കഴിഞ്ഞും ഈ ഔട്ട്ഡോർ ഷൂട്ട് അത് വളരെ നല്ലതാണെന്ന് പറഞ്ഞ് ക്യാമറയിലെടുത്ത വിഷ്വൽസ് ആൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ പ്രൊഡ്യൂസർ ആണെങ്കിൽ അത് കാണാനുള്ള ക്ഷമ പോലും കാണിക്കാതെ ക്യാമറ അങ്ങനെ തട്ടി താഴെയിടും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ ക്യാമറയിൽ ടച്ച് ചെയ്യാൻ ചോദിച്ച് ഡയറക്ടർ പ്രൊഡ്യൂസറിനെ ആഞ്ഞടിക്കുകയാണ്. കൺട്രോൾ പോയ പ്രൊഡ്യൂസർ ആണെങ്കിൽ അവിടെ വെച്ച് തന്നെ ഡയറക്ടറിനെ അടക്കം ആ ക്രൂവിലുണ്ടായിരുന്ന എല്ലാവരെയും തന്നെ ഡിസ്മിസ് ചെയ്ത് കളയും. ഈ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ഡിസ്മിസ്ഡ് ആയവരെല്ലാവരും ഒരു ഡ്രിങ്ക്സ് ഷോപ്പിലേക്ക് വന്ന് അവർക്ക് ആവശ്യമുള്ള ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുകയാണ്. കൊനഹമാരു ആണെങ്കിൽ എല്ലാവരോടും മാപ്പ് പറയും. ഐ എം സോറി, ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ആ എഡിറ്റർ പയ്യനോട് പറഞ്ഞു. സോ അവനും ഞാനും ഞങ്ങളുടെ ആഗ്രഹം അത് നടപ്പാക്കാൻ ശ്രമിച്ചു. ഒടുവിൽ അത് നിങ്ങളുടെ ജോലി പോലും നഷ്ടപ്പെടാൻ കാരണമായെന്ന് പറയും. ഞാൻ ഡയറക്ടറാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ഒരു കാരണവശാലും എനിക്കതിൽ യാതൊരു റിഗ്രറ്റും തോന്നുന്നില്ല. ഇത്രയും വർഷത്തിനിടയിൽ നന്നായിട്ട് ഷൂട്ട് ചെയ്ത സാറ്റിസ്ഫാക്ഷൻ അതെനിക്കുണ്ട്. എനിക്ക് ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഉടനെ ആ എഡിറ്റർ പയ്യൻ അവനാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, എന്ത് വില കൊടുത്തും നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. എൻ്റെ സമ്പാദ്യം അത് മുഴുവൻ ഞാൻ ഇതിനു വേണ്ടി തരാൻ തയ്യാറാണെന്ന് പറയും. അത് കേട്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. നെക്സ്റ്റ് ഡേ അവൻ ഷൂട്ട് ചെയ്യാനായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് വരും. അപ്പോഴായിരിക്കും ദൂരത്തായി ആ എഡിറ്റർ പയ്യനെ ഒരു വില്ലൻ ഗ്യാങ് വളഞ്ഞിരിക്കുന്നതായിട്ട് അവൻ കാണുക. ഒരു വില്ലനാണെങ്കിൽ അവന്റെ കഴുത്തിൽ കത്തി വെച്ചിരിക്കുകയാണ്. കൊനഹമാരു അത് കണ്ട് ടെൻഷനായി ഇപ്പൊ അവിടേക്ക് ഓടിയെത്തും. കൊനഹമാരുവിന്റെ ആ വേഷമൊക്കെ കണ്ട് ആ വില്ലന്മാർ അവനെ കളിയാക്കുകയാണ്. ഓ, നീ ആരാ? പുതിയ ഒക്കാകെയാണോ? ഡ്രസ്സൊക്കെ ഇട്ടു വന്ന് വലിയ പോസ് കാണിച്ചാൽ ഞങ്ങൾ പേടിച്ചു പോകുന്നു കരുതിയോ? ഒരു കാരണവശാലും ഈ പയ്യനെ വിട്ടു തരില്ല എന്ന് പറയും. കൊനഹമാരുവാണെങ്കിൽ അവരെ ഇടിക്കാനായിട്ട് ഓടി അടുക്കും. അടുത്ത നിമിഷം ഒരു പെണ്ണും ഒരു ചെക്കനും അവരാണെങ്കിൽ കൊനഹമാരുവിനെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് ഓടി അടുക്കും. പക്ഷെ കൊനഹമാരു അവൻ ഞൊടിയടയിൽ അവരെ രണ്ടുപേരെയും തല്ലി താഴെയിടും. ആരുവാണെങ്കിൽ ആ വില്ലന്മാരുമായിട്ട് മാസായിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഡയറക്ടറും ആളുടെ അസിസ്റ്റൻസും അവര് ഒരു ഫൈറ്റ് ഒക്കെ കണ്ട് അങ്ങനെ ഇംപ്രസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഡയറക്ടർ ആണെങ്കിൽ ആളുടെ അസിസ്റ്റൻസിനോട് പറയും, എത്രയും വേഗം നമുക്ക് ഈ ഷൂട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. ഇതൊരു നല്ല സീക്വൻസ് ആണ്. ഇത് ഷൂട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫിലിം അത് വേറെ ലെവലിലെത്തും. അതിന് അസിസ്റ്റൻസ് പറയും, നമ്മുടെ കയ്യിൽ ഇപ്പൊ ക്യാമറ ഇല്ല, ഇല്ലാതെ എങ്ങനെ നമ്മളിത് ഷൂട്ട് ചെയ്യും? അതിന് ഡയറക്ടർ ആണെങ്കിൽ ചുറ്റും നോക്കും. ലോങ് ഷോട്ടിലായിട്ട് രണ്ട് ന്യൂസ് റിപ്പോർട്ടേഴ്സ് നടക്കുന്നതെല്ലാം ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. ഉടനെ ഡയറക്ടർ ആളുടെ അടുത്തേക്ക് വരും. നിങ്ങൾക്ക് നടക്കുന്ന സ്ഥലത്തിന്റെ അടുത്തേക്ക് പോകാൻ പേടിയാണോ? പേടിയാണെങ്കിൽ കുഴപ്പമില്ല, ആ ക്യാമറ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് ഷൂട്ട് ചെയ്ത് തരാം. ഇതാ മറ്റൊരു ഭാഗത്ത് ആ നായകൻ കാഗേമാസിനെ കാണിക്കും. ആളാണെങ്കിൽ ഇതിനു വേണ്ടി തയ്യാറായിട്ട് വരുമ്പോഴായിരിക്കും അവിടെ നടക്കുന്ന ഫൈറ്റിനെ കുറിച്ചുള്ള റിപ്പോർട്ട് അത് ടി-വിയിൽ കാണാം. ഇവിടെ കൊനഹമാരു ആണെങ്കിൽ ആ മെയിൻ വില്ലന്റെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ അവന്റെ ആ ഫിലിമിലെ ഡയലോഗ് അത് ഒരു സെക്കൻഡ് ആലോചിക്കുകയാണ്. അതിനുശേഷം നൈസായിട്ട് അവൻ ആ ഡയലോഗ് ഇപ്പൊ ആ വില്ലനോട് പറയും. സത്യത്തിൽ നീ ഇങ്ങനെ ബാഡ് ആവാനായിട്ട് പാടില്ല. നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്നിൽ ഒരുപാട് പ്രതീക്ഷയില്ലേ? ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലൈവായി ടി-വിയിലൂടെ ബ്രോഡ്കാസ്റ്റ് ആവുകയാണ്. അവരിത് കാണുമ്പോൾ അവർ ശരിക്കും ഒരുപാട് സാഡ് ആവും. ഇത് വലിയ പാപമാണ്. സോ നീ ഇപ്പോഴെങ്കിലും അവനെ വെറുതെ വിടാനായിട്ട് പറയും. അത് കേട്ട ആ വില്ലനാണെങ്കിൽ പോയി ദേഷ്യപ്പെട്ട് പറയും, നീ അത് കാണുന്നില്ലേ? നീ അടിച്ചിട്ട ആ രണ്ടുപേര് അവര് എൻ്റെ അച്ഛനും അമ്മയാണ്. കേട്ട് കൊനഹമാരുവിന്റെ കിളി പോവാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആരോ ഒരാൾ എത്തിയെന്നറിഞ്ഞ് എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്ക് തിരിയും. ഇവിടെ വില്ലനാണെങ്കിൽ ഒരു സ്മോക്ക് ബോംബ് കയ്യിലെടുത്ത് ചുറ്റുമുള്ളവരെ പേടിപ്പിക്കാനായിട്ട് തുടങ്ങും. അതിനുശേഷം മുകളിലുള്ള ആ ഒരാളോട് നിങ്ങൾ ആരാണ് ചോദിക്കും. അതിനവൻ പറയും, ഞാനാണ് സാക്ഷാൽ കാഗേമാസ്, നിന്നെ തകർക്കാൻ എത്തിയവൻ അത് ഞാനാണെന്ന് പറയും. കാഗേമാസ് ആണെങ്കിൽ ഞൊടിയിടയിൽ പാഞ്ഞു വന്ന് ആ വില്ലനെ ഞെട്ടിക്കുകയാണ്. ആ ഒരു ഇടിയിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ ബോംബ് അങ്ങനെ മുകളിലേക്ക് ഫ്ലൈ ചെയ്യും. ആ വില്ലനാണെങ്കിൽ ഇപ്പോൾ പവർ ഉപയോഗിച്ച് ആ പേപ്പർ ബോംബ് പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അത് കണ്ട കൊനഹമാരു അവൻ ഒരു സെക്കൻഡ് അവന്റെ ഗ്രാൻഡ് പേയും ഒക്കാകെ നറൂട്ടോയും മനസ്സിൽ ആലോചിക്കും. അതിനുശേഷം റസൻഗൺ ക്രിയേറ്റ് ചെയ്ത് ആ ബോംബ് അങ്ങനെ തകർത്തില്ലാതാക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തില് ഇപ്പൊ നമ്മുടെ ആൾക്കാർ ആ പ്രോബ്ലം സോൾവ് ചെയ്തു. ആ എഡിറ്റർ പയ്യനെ സേവ് ചെയ്തിരിക്കുകയാണ്. ഡയറക്ടർ ആണെങ്കിൽ കൊനഹമാരുവിന്റെ അടുത്തേക്ക് ഓടിയെത്തും. ഇതൊരു പെർഫെക്റ്റ് ഷോട്ട് ആൻഡ് സീൻ ആയിരുന്നു. അത് മുഴുവൻ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു സക്സസ്ഫുൾ എപ്പിസോഡ് ആയിരിക്കുമെന്ന് പറയും. അടുത്ത നിമിഷം അവരുടെ പ്രൊഡ്യൂസർ അവിടേക്ക് വരികയാണ്. ഐ എം സോറി, സത്യത്തിൽ തെറ്റുപറ്റിയത് എനിക്കാണ്.
നിങ്ങൾ ഷൂട്ട് ചെയ്ത ഫുട്ടേജുകളൊക്കെ ഇന്നലെയാണ് ഞാൻ കണ്ടത്. അത് വളരെ നന്നായിരുന്നു. സോ നിങ്ങളുടെ ഷൂട്ട് അത് ഔട്ട്ഡോറിൽ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് കണ്ടിന്യൂ ചെയ്യാം. അതിനുള്ള എല്ലാ അധികാരവും ഞാൻ നിങ്ങൾക്ക് തരുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ ഒരു മൂവി അത് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൊനമാരൂരാണെങ്കിൽ എൻ്റെ ആ ഒരു ഫിലിം അത് വമ്പ ഹിറ്റായ സന്തോഷത്തിൽ അങ്ങനെ വന്ന് പുറത്തിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.